Hello, welcome to my channel. So last class we discussed about formal charge, how to determine the formal charge and the limitations of octet theory. That all concept we have discussed in detail. Today we are going with another topic, that is bond parameters. എന്നോട് ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടെക്സ്റ്റിൻ്റെ ഓർഡറിലാണോ പോകുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണോ? നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ മാത്രമാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ എടുക്കുന്ന ഓരോ ടോപ്പിക്കും ടെക്സ്റ്റ് NCERT ടെക്സ്റ്റിൽ എങ്ങനെയാണോ പോർഷൻസ് ഉള്ളത് സെയിം ഓർഡറിലാണ് പോകുന്നത്. പിന്നെ ടെക്സ്റ്റിൽ ഡെപ്ത് കൊടുക്കുന്ന കാര്യം നമ്മൾ എന്തായിരിക്കും അത് ഷോർട്ട് ടേൺ ചെയ്തിട്ട് ക്ലാസ്സിൽ പറയുന്നു, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എടുത്തിട്ട് കേട്ടോ. അപ്പം ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് തുടക്കത്തിൽ പേജ് നമ്പർ എഴുതി കാണിക്കുമെന്നില്ല. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഫസ്റ്റിൽ തന്നെ പേജ് നമ്പർ NCERTൻ്റെ പേജ് നമ്പറും അതിലെ ടോപ്പിക്സിൻ്റെ ഹെഡിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഇത് ടെക്സ്റ്റ് തന്നെയാണോ അതോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഞാൻ എടുക്കാറില്ല. നമ്മൾ എടുക്കുമ്പോൾ ഫുൾ ലെസൺ ആയിട്ട് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബോണ്ട് പാരാമീറ്റേഴ്സ്. എന്താണ് പാരാമീറ്റർ അല്ലേ, എന്നിട്ട് വേണം ഈ ബോണ്ടിൻ്റെ. അപ്പം എന്താണ് ഒരു പാരാമീറ്റർ? ഇപ്പം ഞാൻ ഈ ഒരു പെന്ന്, ഈ ഒരു മാർക്കർ, വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഓർ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്? ഈ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. സോ യു ക്യാൻ സേ ഇറ്റ് ഈസ് ഹാവിങ് എ റെഡ് ക്യാപ്പ്, ഇറ്റ് ഈസ് ഹാവിങ് ഓൾമോസ്റ്റ് ഒരു 10 centimeter, ഇറ്റ് ഈസ് ഹാവിങ് എ ബാക്ക് ടോപ്പ് ഇസ് ദ, ഇങ്ങനെ ഇതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പറയും. ഇതാണ് ഈ ഒരു പെന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ. അപ്പോൾ ഈ ബോണ്ടിൻ്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബോണ്ടിനെ ബോണ്ടിൻ്റെ ക്യാരക്ടർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ബോണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്നെ ഡിസ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് നിങ്ങളൊരാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയും ആ പേരറിയത്തില്ലെങ്കിലും നിങ്ങളെങ്ങനെ പറയും, ആ ഹൈറ്റുള്ള അല്ലെങ്കിൽ നല്ല വലിയ കണ്ണുള്ള അല്ലെങ്കിൽ കുറേ ഹെയർ ഉള്ള, അതൊക്കെ ആ കുട്ടീൻ്റെ എന്താണ് അവരുടെ പാരാമീറ്ററാണ്, അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ആ കുട്ടിയാണ്. അതേപോലെ വി ആർ ഗോയിങ് ടു ഡിസ്ക്രൈബ് ഓർ വി ആർ ഗോയിങ് ടു ടെൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബോണ്ട്. ഒരു ബോണ്ടിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പോവുകയാണ്. അപ്പോൾ ബോണ്ട്സ് ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ദിയർ ബോണ്ട് പാരാമീറ്റേഴ്സ്. ഈ ബോണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ബോണ്ടിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഏതൊക്കെയാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ള? ഒന്നാണ് ബോണ്ട് ലെങ്ത്, bond angle, bond order and bond enthalpy. Can be asked for 1 mark question. What is meant by bond length or what is meant by bond angle or what is bond order? ഇതൊക്കെ ചോദിക്കാം കേട്ടോ. സോ ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് ഓർഡർ ആൻഡ് ബോണ്ട് എൻതാൽപ്പി വെരി സിമ്പിൾ. ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, കാരണം ഡെപ്തിലൊന്നും പോകുന്ന ആവശ്യമൊന്നുമില്ല. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് വാട്ട് ഇസ് മെൻ ബൈ ബോണ്ട് ലെങ്ത്. അപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനിവിടെ ഒരു 2A എന്ന് പറഞ്ഞ ഒരു ആറ്റം, B എന്ന് പറഞ്ഞ വേറൊരു ആറ്റം കൂടെ കമ്പൈൻ ചെയ്ത് ദേ ഹാവ് ഫോംഡ് എ കോവലന്റ് ബോണ്ട്. എന്ത് ഫോം ചെയ്ത്? ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളിൽ നമ്മൾ എന്താണ് റേഡിയസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ്, എന്റെ ന്യൂക്ലിയസ് ആണ്, ബിൻ്റെ ന്യൂക്ലിയസ് ഞാൻ ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർ മോസ്റ്റ് അതായത് നമ്മൾ ഈ ഔട്ടർ മോസ്റ്റിലേക്ക് പോകുമ്പോൾ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഇസ് നോൺ ആസ് ദി റേഡിയസ് അല്ലേ. അതായിരുന്നു നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞത്. ഇതായിരുന്നു ഇതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കാം, RB. ഓക്കെ, ദ റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ആറ്റം ഇസ് RA ആൻഡ് ദി സെക്കൻഡ് ആറ്റം ഇസ് RB. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു RA പ്ലസ് RB. അതായത് RA എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ റേഡിയസും RB എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ റേഡിയസ് ആണെങ്കിൽ ബോണ്ട് ലെങ്ത് ഓഫ് ദിസ് മോളിക്യൂൾ ഇസ് നോൺ ആസ്, ഓർ ഇറ്റ്സ് എ സം ഓഫ് ദി റേഡിയസ് ഓഫ് A ആൻഡ് ദി റേഡിയസ് ഓഫ് B, RA പ്ലസ് RB. ഇതാണ് ഇതിൻ്റെ ബോണ്ട് ലെങ്ത്. ഇനി അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സിമ്പിൾ അല്ലേ? It is defined as the distance between the two nuclei of atoms that are chemically bonded. It is the distance between the nuclei of atoms that are bonded together. അതായത് ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളുടെ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത്. ഇപ്പോൾ പഠിച്ചോളൂ. വാട്ട് ഈസ് മെൻ ബൈ ബോണ്ട് ലെങ്ത്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി
nuclei of the atoms that are bonded. ബോണ്ട് ചെയ്തിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സോ ഇഫ് എ ഈസ് എൻ ആറ്റം, ബി ഈസ് എൻ അനദർ ആറ്റം വിച്ച് ആർ കമ്പൈൻഡ് ടുഗെദർ ഓർ വിച്ച് ഹാസ് ഫോമിംഗ് എ ബോണ്ട് ആൻഡ് ഇറ്റ്സ് ഫോംഡ് എ മോളിക്യൂൾ. സോ ഇഫ് ആർ എ ഈസ് ദ radius of A and RB is the radius of B, then bond length of AB is equal to RA plus RB. ക്ലിയർ ആണോ ആ ഒരു കോൺസെപ്റ്റ്? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ബോണ്ട് ലെങ്ത് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ പോയിട്ട് സ്കെയിൽ എടുത്തിട്ടോ അല്ലെങ്കിൽ വല്ല ത്രെഡ് വെച്ചിട്ടോ നോ വി കാൺ. നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് വെരി 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 സ്മോൾ അല്ലേ, ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ us ടു ടേക്ക് എ സ്കെയിൽ or a പെൻസിൽ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ഡിവൈസ്. നോ, സോ വി ആർ യൂസിങ് ദ മെത്തേഡ് ലൈക്ക് എക്സ്റേ, ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി ഞാൻ ലെസൺ 2 എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒക്കെ ഓരോ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും കാര്യം മനസ്സിലായോ? ഇനി ബോണ്ട് ലെങ്ത് ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ Angstrom unit. Angstrom unit എന്ന് നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ലെസണിലും പഠിച്ചിട്ടുണ്ട്. 1 Angstrom unit is equal to 10⁻⁻10 meter and next one is picometer. ഞാൻ ഈ പൈക്കോമീറ്റർ എന്നാണ് പറയുന്നത്, പക്ഷേ ഞാൻ കുറേ വീഡിയോസിലും ഇതിലൊക്കെ കേൾക്കും പിക്കോമീറ്റർ, ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേട്ടോ. സോ വാട്ട് എവർ യുവർ ടീച്ചർ ഇസ് ടീച്ചിങ് യു ജസ്റ്റ് ലേൺ ദാറ്റ്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് പൈക്കോമീറ്റർ. ഇപ്പോൾ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായിപ്പോയി. സോ ഇറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ പിക്കോമീറ്റർ, ദാറ്റ് ഇസ് 10⁻⁻12 meter. 1 പിക്കോമീറ്റർ അല്ലെങ്കിൽ പറയുന്നത് 10⁻⁻12 meter ആണ്. അപ്പോൾ ഇതാണ് ബോണ്ട് ലെങ്ത്. ഇനി ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ ബോണ്ട് ലെങ്ത് എന്ന് പറയുക? ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റങ്ങളുടെ സെൻറ്ററിൽ ന്യൂക്ലിയസ് മുതൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയ ഓഫ് 2 atoms വിച്ച് ആർ ബോണ്ടഡ് ടുഗെദർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോണ്ട് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ആറ്റം അവർ രണ്ട് പേരും കോവലൻ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ ഇവർ ഈ റേഡിയസിനെ നമ്മൾ കോവലൻ്റ് റേഡിയ എന്നല്ലേ പറയുക. അപ്പോൾ ഈ കോവലൻ്റ് റേഡിയസ് ഓഫ് എ ആൻഡ് ദ കോവലൻ്റ് റേഡിയ ഓഫ് ബി ടുഗെദർ ഫോംസ് ദി ബോണ്ട് ലെങ്ത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കോവലൻ്റ് റേഡിയസിൻ്റെ മെഷറിങ്ങിൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറയണം, നിങ്ങൾ ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കാം. ദ കോവലൻ്റ് റേഡിയ, ഇപ്പോൾ ഒരു ആറ്റം കമ്പൈൻ ചെയ്തു, ഒരു ആറ്റം കൂടെ കമ്പൈൻ ചെയ്തു, ഒരു മോളിക്യൂൾ ഫോം ചെയ്തു. അപ്പം ഈ ആറ്റങ്ങൾക്ക് നമുക്കറിയാം ഷെല്ലുകളുണ്ട് അല്ലേ, ന്യൂക്ലിയസ് ഉണ്ട്, ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ, അങ്ങനെ കുറേ ഷെൽസ് ഉണ്ട്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക? വാലൻസ് ഷെൽ എന്ന് പറയും. അപ്പം ഈ കോവലൻ്റ് റേഡിയസ് നമ്മൾ മെഷർ ചെയ്യണ സമയത്ത് വി ആർ കൺസിഡറിങ് ഓൺലി ദ കോർ ഓഫ് ദി ആറ്റം, വി ആർ നോട്ട് കൺസിഡറിങ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. നമ്മൾ കോവലൻ്റ് റേഡിയസ് മെഷർ ചെയ്യണ സമയത്ത് നമ്മൾ ഇന്നർ കോറുകൾ, അതായത് ഈ രണ്ട് ആറ്റം ബോണ്ട് ചെയ്തിരിക്കുന്നത് അവർ ഇന്നർ കോറ് തമ്മിലുള്ള ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു റേഡിയസിനെ നമ്മൾ കൺസിഡർ, വി ആർ നോട്ട് കൺസിഡറിങ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. എ എന്ന് പറഞ്ഞ ആറ്റം, ബി എന്ന് പറഞ്ഞ രണ്ട് ആറ്റവും കൂടെ കമ്പൈൻ ചെയ്തൊരു മോൾ. ഇതിൻ്റെ ഈ പുറത്ത് കാണിക്കുന്നൊരു ഔട്ടർമോസ്റ്റ് കവറിങ്ങിൽ ഇതാണ് ഇവരെ വാലൻസ് ഷെൽ. ഇതാണ് ബാക്കിയുള്ള ഷെല്ലും ന്യൂക്ലിയസും കൂടെ ഉള്ള ഭാഗം, അതിന് ഇന്നർ കോർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു. വി ആർ നോട്ട് കൺസിഡറിങ് ദി വാലൻസ് ഷെൽ. അതാണ് കോവലൻ്റ് റേഡിയസ് ഇസ് മെഷേർഡ് അപ്രോക്സിമേറ്റ്ലി ആസ് ദി റേഡിയസ് ഓഫ് എൻ ആറ്റംസ് കോർ. Radius of an atom's core which is in contact with the core of an adjacent atom in bonded situation. അതായത് നമ്മൾ കോവലൻ്റ് റേഡിയസ് മെഷർ ചെയ്യുന്ന സമയത്ത് we are only considering the core of one atom which is in contact with the core of the other atom. നമ്മൾ ഈ ബാലൻസ് ഷെല്ലിനെ കൺസിഡർ ചെയ്യുന്നില്ല കോവലൻ്റ് റേഡിയസ് മെഷർ ചെയ്യുമ്പം. ഇനി അടുത്തത് വാൻഡർവാൽസ് ഓർമ്മയുണ്ടല്ലോ, വാൻഡർവാൽസ് റേഡിയ ഞാൻ പീരിയോഡിക് ടേബിളിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൻഡർവാൽസിൽ നമുക്കറിയാം ഇതിപ്പം ഒരു ക്ലോറിനാണ്, ഒരു ക്ലോറിൻ മോളിക്യൂൾ. ഈ വാൻഡർവാൽസ് റേഡിയ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ദ വാൻഡർവാൽസ് റേഡിയ ഇസ് മെഷേർഡ് ബിറ്റ്വീൻ 2 ആറ്റം വിച്ച് ആർ നോട്ട് ബോണ്ടഡ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ, അതായത് സിമിലർ ആയിട്ടുള്ള ആറ്റങ്ങളായിരിക്കും, ബട്ട് ദേ ആർ നോട്ട് ബോണ്ടഡ് ടുഗെദർ. അവർ പരസ്പരം ബോണ്ട് ചെയ്ത്, ഇതൊരു ക്ലോറിൻ, ഇതൊരു ക്ലോറിൻ, ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ, അങ്ങനെ ഇതൊരു ക്ലോറിൻ മോളിക്യൂളാണ്. ഈ ക്ലോറിൻ്റെ, അതായത് ഇവർ തമ്മിൽ ബോണ്ടഡ് അല്ല, ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ, ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ, ഇവർ തമ്മിൽ ഒരു ബോണ്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇവർ എങ്ങനെയാണ് നമ്മൾ ഈ വാൻഡർവാൽസിൻ്റെ ഡിസ്റ്റൻസ് റേഡിയ കണ്ടുപിടിക്കുന്നത്? അതായത് ഇതിൻ്റെ സെൻറ്റർ മുതൽ
ഈ മോളിക്യൂളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ് വാൻ ഡെർ വാൽസ്, ആ ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, വി ആർ കൺസിഡറിങ് ദി വാലൻസ് ഷെൽ. ഈ വാൻ ഡെർ വാൽ റേഡിയസ് ഇതിൻ്റെ ഹാഫാണ് എന്ത്? വാൻ ഡെർ വാൽസ് റേഡിയസ്. വാൻ ഡെർ വാൽസ് റേഡിയസ് ഇസ് ദി ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിമിലർ ആറ്റംസ് ഇൻ സെപ്പറേറ്റ് മോളിക്യൂൾ. രണ്ട് സെപ്പറേറ്റ് മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് അവരുടെ റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആറ്റംസ് വിച്ച് ആർ ഇൻ സെപ്പറേറ്റ് മോളിക്യൂൾ, അതാണ് ആ വാൻ ഡെർ വാൽസിൻ്റെ ബോണ്ട് ലെങ്ത്. അതായത് വാൻ ഡെർ വാൽസ് നമ്മൾ വാൻ ഡെർ വാൽ റേഡിയസ് പറയുന്ന പോലെ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? വി ആർ കൺസിഡറിങ് ദി ബാലൻസ് ഷെൽ. ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് സെയിം പോയിന്റ് ഇസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇതാണ് കോവലന്റ് റേഡിയസിൽ വി ആർ ഓൺലി കൺസിഡറിങ് ദ കോർ ഓഫ് ദ മോളിക്യൂൾ. ഇൻ ദ കേസ് ഓഫ് വാൻ ഡെർ വാൽസ് റേഡിയസ് വെൻ വി ആർ കൺസിഡറിങ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓൾസോ. ഇനി അയോണിക് ക്രിസ്റ്റൽസ് ആണെങ്കിൽ അവരുടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് അയണിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാറ്റയോൺസും ഉണ്ടാവും ആനയോൺസും ഉണ്ടാവും. അതായത് റേഡിയസ് ഓഫ് എ പ്ലസ് പ്ലസ് ആ റേഡിയസ് ഓഫ് ബി പ്ലസ് ആണ്. അതായത് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും അവരുടെ റേഡിയസിൻ്റെ സമ്മാണ് ബോണ്ട് ലെങ്ത് ഓഫ് അയണിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും പഠിക്കേണ്ട. വാട്ട് ഇസ് മീൻ ബൈ ബോണ്ട് ലെങ്ത്? ബോണ്ട് ലെങ്ത് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ന്യൂക്ലിയർ ഓഫ് ടു ആറ്റം ദാറ്റ് ആർ ബോണ്ടഡ് ടുഗെദർ. ബോണ്ടിൽ ടു ആറ്റംസ് കോവലൻ്റ്ലി ബോണ്ടഡ് ആണ്. അതായത് ഈ കോവലൻ്റ്ലി ബോണ്ടഡ് ചെയ്ത ടു ആറ്റംസും സിമിലർ ആണെങ്കിൽ, സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത് വിൽ ബി 2 times ഓഫ് RA അല്ലേ? ഇതിൻ്റെ റേഡിയസും സെയിം ആയിരിക്കും അല്ലേ? RA പിന്നെ ഈ RA പ്ലസ് RA ചെയ്യേണ്ട 2RA ചെയ്താൽ മതി. ഇത് പറയുന്നത് ഇനി 1 മാർക്കിനിട്ടും ക്വസ്റ്റ്യൻ തന്നാലോ, two similar atoms which are combined together or which are forming a covalent bond with one atom is having a radius of എന്തെങ്കിലും 5 picometer എന്തോ തന്നിട്ട് and they are asking find out the bond length എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാണ് സിമിലർ ആറ്റം ആണ് തന്നതെങ്കിൽ അവരുടെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റേഡിയസിൻ്റെ ട്വൈസ് ആണ്. ഇപ്പോൾ ഡിസിമിലർ ആറ്റം ആണ് ഇത് ഇത് ബി ആണെങ്കിൽ ബോണ്ട് ലെങ്ത് വിൽ ബി ദി സം ഓഫ് ദിയർ റേഡിയസ് RA പ്ലസ് RB ആണ്. അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. സോ ദ നെക്സ്റ്റ് പോയിന്റ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ബോണ്ട് ആംഗിൾ. അതിലും സിമ്പിളായ ടോപ്പിക്കാണ്. എന്താണ് ബോണ്ട് ആംഗിൾ? നിങ്ങൾക്ക് തന്നെ അറിയാം, ആംഗിൾ ബിറ്റ്വീൻ ദ ബോണ്ട്സ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ്സ് നോൺ ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ബോണ്ട്. ബോണ്ടുകളുടെ പരസ്പരമുള്ളൊരു ആംഗിളാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൗ എ ബോണ്ട് ഇസ് ഫോംഡ്. ബോണ്ട് ഇസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. ആറ്റോമിക് ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് കൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് സെക്കൻഡ് ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർബിറ്റൽ എങ്ങനെയാണ്. അതിന് ഡിഫറെൻറ്റ് ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. ആ ഓർബിറ്റുകൾ പല ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ നമ്മൾ ആ ഒരു ലെസൺ എടുക്കുമ്പോൾ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓർബിറ്റലുകളുടെ ഓവർലാപ്പാണ് ബോണ്ട് ഫോർമേഷൻ. സോ ദി ആംഗിൾ, അപ്പോൾ ഈ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്ത് കഴിയല്ലോ. ആ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ bond angle എന്ത്? ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടഡ് പെയർ. അതായത് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടഡ് പെയർ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക വാട്ടർ മോളിക്യൂളിന് ഓക്സിജൻ ഇസ് ദി സെൻറ്റർ ആറ്റം. ഓക്സിജൻ സെൻറ്ററിൽ വന്നിട്ട് ഈ ഓക്സിജന് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിൻ്റെ നമുക്കറിയാം ഷേപ്പ്, ഡംപ്പൽ ഷേപ്പൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം ഈ ഓക്സിജൻ്റെ ഈ ഓർബിറ്റിലും ഈ ഹൈഡ്രജൻ്റെ ഈ ഓർബിറ്റിലും ഓവർലാപ്പ് ചെയ്യുക. ഇവിടെ ബോണ്ടഡ് പെയർ ഉണ്ട്, ഇവിടെ ബോണ്ടഡ് പെയർ. അപ്പോൾ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ ആ ഒരു ബോണ്ടിങ് ആണ് നമ്മളിങ്ങനെ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് നമ്മൾ ഈ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബിറ്റ്വീനുള്ള ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ദ ബോണ്ട് ആംഗിൾ ഇസ് ഫൗണ്ട് ടു ബി 109.5 ഡിഗ്രി. അപ്പോൾ എന്തിലാണ് ബോണ്ട് ആംഗിൾ എക്സ്പ്രസ് ചെയ്യുക? ദ ബോണ്ട് ആംഗിൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഗ്രി. സോ വാട്ട് ഇസ് മെൻ ബൈ ബോണ്ട് ആംഗിൾ? ബോണ്ട് ആംഗിൾ ഇസ് ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടഡ് ഇലക്ട്രോൺ. ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റലുകളാണല്ലോ ഓവർലാപ്പ് ചെയ്യുന്നത്. അവരുടെ ബിറ്റ്വീനുള്ള ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്തപ്പം കണ്ടോ, ബോണ്ട് ആംഗിൾ ഓഫ് വാട്ടർ ഇസ് ഫൗണ്ട് ടു ബി 104.5 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ ബോണ്ട് ആംഗിളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സിമ്പിളാണ്. ഇനി അടുത്ത് പറയാനുള്ളത് ബോണ്ട് എൻതാൽപ്പിയാണ്. അതും വളരെ സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെ. എന്താണ് ബോണ്ട് എൻതാൽപ്പി?
നെക്സ്റ്റ് ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോണ്ട് എൻതാൽപ്പിയാണ്. എന്താണ് ബോണ്ട് എൻതാൽപ്പി? എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സംതിങ് റിലേറ്റഡ് ടു എനർജി അല്ലേ. സോ amount of energy required to break 1 mole of a bond. അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ സിംപ്ലി ബോണ്ട് എൻതാൽപ്പി എന്ന് പറയും. അപ്പം എന്താണ് ബോണ്ട് എൻതാൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് എ ബോണ്ട്. ഒരു മോൾ ഓഫ് എ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് ആണ്. ഇനി ബോണ്ട് ഗ്രേറ്റർ ദി ബോണ്ട് എൻതാൽപ്പി സ്ട്രോങ്ങർ വിൽ ബി ദി ബോണ്ട്. അതായത് എ ബി എന്ന് പറഞ്ഞൊരു ബോണ്ട് മോളിക്യൂളും സി ഡി എന്ന് പറഞ്ഞ വേറെ 2 മോളിക്യൂൾ കേട്ടോ. ഈ എ ബി ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് ഓൾമോസ്റ്റ് 140 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. സി ഡി ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് 340 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. അപ്പം ഏത് ബോണ്ടാ മോർ സ്ട്രോങ്? എ ബി ഓർ സി ഡി? കണ്ടാൽ തന്നെ സി ഡി അല്ലേ. അവിടെ വേണ്ട ബോണ്ട് എൻതാൽപ്പി എന്നാൽ 340 കിലോ ജൂൾ ഉണ്ടെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ട്രോങ്ങർ ദി ബോണ്ട് ഗ്രേറ്റർ വിൽ ബി ദി ബോണ്ട് എൻതാൽപ്പി. അത്ര എനർജി കൊടുക്കണം. ഇനി ബോണ്ട് എൻതാൽപ്പി ഗ്രേറ്റ്ലി റിലേറ്റഡ് ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് എ ബോണ്ട്. നമുക്കറിയാം സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പം മൾട്ടിപ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അതായത് ബോണ്ടിൻ്റെ മൾട്ടിപ്പിൾ അതായത് സിംഗിൾ മാറി ഡബിൾ ട്രിപ്പിളൊക്കെ ആകുമ്പോഴേക്കും ബോണ്ട് എൻതാൽപ്പി ഹൈ ആയിരിക്കും. അതായത് സിംഗിളിനേക്കാളും കൂടുതൽ എനർജി വേണം ഡബിൾ ബ്രേക്ക് ചെയ്യാൻ, ഡബിളിനേക്കാളും കൂടുതൽ എനർജി വേണം ട്രിപ്പിൾ. അത് നമുക്ക് ഊഹിച്ചറിഞ്ഞൂടെ. ഒരു വടി തന്നു, അത് ഈസിലി ആയിട്ട് ബ്രേക്ക് ചെയ്യും. 2 വടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് വടി പൊട്ടിച്ചതിനേക്കാട്ടും കുറച്ചുകൂടെ ടഫാണ്. 3 വടി ഒരുമിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് മോർ എനർജി. സോ ഗ്രേറ്റർ ദി മൾട്ടിപ്ലിസിറ്റി ബോണ്ട് എനർജി ഇസ് റിലേറ്റഡ് ടു മൾട്ടിപ്ലിസിറ്റി. ഗ്രേറ്റർ ദി ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഗ്രേറ്റർ വിൽ ബി ദി ബോണ്ട് എൻതാൽപ്പി. അതായത് കാർബൺ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 347 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് മതി. മീൻ അത്ര എനർജി മതി. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ 610 കിലോ ജൂൾ വേണം. അപ്പം നമുക്കറിയാം മൾട്ടിപ്ലിസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ബോണ്ട് എൻതാൽപ്പി കൂടും. ഇനി ഇൻ കേസ് ഓഫ് പോളി ആറ്റോമിക് മോളിക്യൂൾ അതായത് അതായത് മോർ ദാൻ 2 അല്ലേ. ഇപ്പം എക്സാമ്പിൾ CH4 അല്ലെങ്കിൽ ആസിഡ് അസറ്റിക് ആസിഡ് അങ്ങനത്തെ കുറേ മോളിക്യൂൾസ് വരുമ്പം അവരെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് എനർജി ഡയറക്റ്റ്ലി ബോണ്ട് എൻതാൽപ്പി എന്നാണോ പറയുക? ഇവരുടെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ടേം ബോണ്ട് എൻതാൽപ്പി വി വിൽ യൂസ് ആവറേജ് ബോണ്ട് എൻതാൽപ്പി. ഇവരുടെ കേസിൽ നമ്മൾ ആവറേജ് ബോണ്ട് എൻതാൽപ്പി എന്നാണ് പറയുക. കാരണം കണക്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ഹൈഡ്രജൻ ആണ്. ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ചിലപ്പം എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. അപ്പം ഈ ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റ് കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ അതേ എനർജി ആയിരിക്കില്ലേ ഇവിടെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. ഇവർ 2 പേരും പോയത് കൊണ്ട് ഇവരുടെ മൊത്തത്തിൽ ആ ഒരു ബോണ്ടിങ്ങും ലോൺ പെയറും എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പം എന്ത് പറ്റും? ഇവിടെ ബ്രേക്ക് ചെയ്യാൻ വേറെ എനർജി, ഇവിടെ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു പോളി ആറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ആവറേജ് ബോണ്ട് എൻതാൽപ്പിയാണ്. ആവറേജ് ബോണ്ട് എൻതാൽപ്പി ദാറ്റ് ഇസ് എ എന്ന് പറഞ്ഞ ബോണ്ട് എൻതാൽപ്പി ബി സി ഡി ഡിവൈഡഡ് ബൈ 4. അവരുടെ ആവറേജ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ ആവറേജ് ബോണ്ട് എൻതാൽപ്പി എന്നാണ് നമ്മൾ ഈ പോളി ആറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ പറയാം. നമുക്ക് ഓക്സിജൻ്റെ അതായത് H2O വാട്ടർ മോളിക്യൂൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി 502 കിലോ ജൂൾ മോൾ ഇൻവേഴ്സും. ഇനി ഈ ഒരു ബോണ്ട് മോളിക്യൂൾ ബ്രേക്ക് ചെയ്യാൻ 427 കിലോ ജൂൾ മോൾ ഇൻവേഴ്സാണ്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്തായിരിക്കും? ഇവരുടെ സം ഡിവൈഡഡ് ബൈ 2 ആവറേജ് ആണ്. ഇറ്റ് വിൽ ബി 464.5 kilojoules. So in the case of polyatomic molecule we will consider the average bond enthalpy എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി എടുത്തിട്ട് എല്ലാ എനർജിയും കൂടെ സം ചെയ്തിട്ട് അവരുടെ ആവറേജ് കാണും. അതാണ് ആവറേജ് ബോണ്ട് എൻതാൽപ്പി. മനസ്സിലായോ? അപ്പോൾ എന്താണ് ബോണ്ട് എൻതാൽപ്പി? ദ amount of energy required to break 1 mole of a bond is known as bond enthalpy. It is expressed in kilojoule mole inverse ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്?
പിന്നെ greater the bond strength, greater will be the bond enthalpy, greater the multiplicity of the bond, greater will be the bond enthalpy. അതായത് ഡബിളും ട്രിപ്പിളും, അതായത് സിംഗിളിനെക്കാട്ടും കൂടുതൽ എനർജി ഡബിൾ ബ്രേക്ക് ചെയ്യാൻ വേണം, ഡബിളിനെക്കാട്ടും കൂടുതൽ എനർജി ട്രിപ്പിൾ ബ്രേക്ക് ചെയ്യാൻ വേണം. പിന്നെ മോർ ദാൻ, അതായത് പോളി അറ്റോമിക് മോളിക്യൂൾസിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ആവറേജ് ബോണ്ട് എൻതാൽപ്പി ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബോണ്ട് ഓർഡർ. വളരെ സിമ്പിളാണ്, നോക്കി നോക്കാം. അപ്പോൾ ഈ ബോണ്ട് ഓർഡർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട്, അതായത് ഇൻ ദി ലിവിസ്, നമ്മുടെ ലിവിസ് ഉണ്ടല്ലോ, ലിവിസ് ഡിസ്ക്രിപ്ഷനിൽ ഫോർ എ കോവലൻറ്റ് ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂളിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി ആറ്റം. അതായത് കോവലൻ്റ്ലി ബോണ്ടഡ് ആയിരിക്കുന്ന ആറ്റങ്ങളുടെ തമ്മിലുള്ള എത്ര ബോണ്ട്സ് ഉണ്ടോ ആ ഒരു നമ്പറിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്, ലിവിസ് കോൺസെപ്റ്റ്. അതായത് അക്കോർഡിംഗ് ടു ലിവിസ് കോൺസെപ്റ്റ്, ഇൻ ദി കേസ് ഓഫ് covalently bonded compounds, bond order is given by the number of bonds between the two atoms in a molecule. അതായത് ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്തപ്പോൾ അവിടെ ഒരു ബോണ്ടാണ്. സോ ദ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 1. ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുമ്പം രണ്ട് ബോണ്ടുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ലെവിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കാണിച്ചു. സോ ദ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 2. നൈട്രജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 3. എത്ര ബോണ്ട് ഉണ്ട്? 1, 2, 3. അപ്പം നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദി കോവലൻ്റ്ലി ബോണ്ടഡ് ആറ്റംസ് ഗീവ്സ് ദി ബോണ്ട് ഓർഡർ. ഇനി ഇതിൽ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്. ഫോർ ഐസോ ഇലക്ട്രോണിക് അയോൺസ് ആൻഡ് atoms and ions, they will be having same bond order. Example, ഫ്ലൂറിനും O2 മൈനസും ഇവരുടെ ബോണ്ട് ഓർഡർ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഫ്ലൂറിൻ്റെ നമുക്കറിയാം ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഫ്ലൂറിനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പം 9 + 9 എത്ര? അറ്റോമിക് നമ്പർ 9 ആണെങ്കിൽ ഈ 9 പ്രോട്ടോൺസ് ഉണ്ടാവും. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 9 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂളിൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ O2 മൈനസിലോ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. 8 + 8 16 ആണ്. അതിൻ്റെ കൂടെ 2 മൈനസ് വന്നപ്പോൾ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോൺ. അപ്പോൾ ഇത് ഐസോ ഇലക്ട്രോണിക് അല്ലേ. അപ്പം ഫ്ലൂറിനും സിംഗിൾ ബോണ്ടഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ബോണ്ട് ഓർഡർ എന്താണ്? 1 ആണ്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ബോണ്ട് ഓർഡർ എപ്പോഴും സെയിം ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഫ്ലൂറിൻ്റെ അറിയെങ്കിൽ അതിൻ്റെ ഐസോ ഇലക്ട്രോണിക് ആണ്, അതിലുള്ള കോമ്പൗണ്ട് വേറെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഇപ്പം N2ഉം CO-യും, ഈ N2ൻ്റെ നിങ്ങൾക്കറിയാം ബോണ്ട് ഓർഡർ എത്രയാണ്? 3 ആണ്. ഇനി CO-ൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുക ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. കാർബൺ 6, ഓക്സിജൻ 8 അല്ലേ. 8 + 6 9 10 11 12 13 14 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ നൈട്രജൻ മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നൈട്രജൻ എന്ന് പറയുന്നത് 7 + 7 ദാറ്റ് ഈസ് 14 ഇലക്ട്രോൺ. അപ്പോൾ ഇതെന്താണ്? ദിസ് ഇസ് ഐസോ ഇലക്ട്രോണിക്. അപ്പോൾ ഇതിൻ്റെയും ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 3 ആണ്. സോ ദ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഓർ അയോൺസിൽ എന്തായിരിക്കും? ഹാവ് ദ സെയിം ബോണ്ട് ഓർഡർ ആയിരിക്കും. ഇനി NO+ൻ്റെ ബോണ്ട് ഓർഡർ എത്ര? അപ്പോൾ ഇനി ഇത് വരച്ച് കഷ്ടപ്പെട്ട് എത്ര ബോണ്ട് അതൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കുക. നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്. 8 + 7 എത്രയാ? 15. 15ൻ്റെ കൂടെ ഒരു NO+ ഉണ്ട്. ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു ഇലക്ട്രോൺ കുറവാണ് അല്ലേ. അപ്പോൾ അതിനെ മൈനസ് ചെയ്താൽ 14. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോണും നൈട്രജൻ്റെ മോളിക്യൂളിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോണും CO-ൻ്റെയും സെയിം അല്ലേ. അപ്പോൾ NO+ൻ്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായോ? ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ഏതെങ്കിലും ഒന്നൊക്കെ തന്നിട്ട് നിങ്ങളോട് ഇതിന് സെയിം ആയിട്ടുള്ള ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാന്നൊക്കെ ചോദിച്ചാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതിൻ്റെ ബോണ്ട് ഓർഡറും ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും നമുക്കിന്ന് പഠിക്കാനുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഈസ് മീൻ ബൈ ബോണ്ട് ലെങ്ത്, എന്താണ് ബോണ്ട് ആംഗിൾ, എന്താണ് ബോണ്ട് എൻതാൽപ്പി, എന്താണ് ബോണ്ട് ഓർഡർ. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വായിച്ചു നോക്കുക ടെക്സ്റ്റ്. അപ്പോൾ സിമ്പിളാവും കേട്ടോ. ഇതിൻ്റെ സെയിം ടോപ്പിക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. എനിക്കറിയില്ല ന്യൂ സിലബസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 103, 104, 105
ഈ ഇത്രയും പേജസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ബോണ്ട് എൻതാൽപ്പി എടുത്തു, ബോണ്ട് ഓർഡർ എടുത്തു, ബോണ്ട് ലെങ്ത് എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടും കേട്ടോ. പിന്നെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.